ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താരം ഉണ്ടാക്കാം. പല രീതിയിൽ കറി ഉണ്ടാക്കാറുണ്ട്. നല്ല ഗ്രേവിയും നല്ല സ്വാദുള്ള തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ 3/4 കിലോ ഉണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആദ്യം പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാം. കുറേ നേരമായിട്ട് കട്ടിയാവണ്ട. കളർ മാറിക്കഴിഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് നമ്മൾ ചേർത്തേക്കണേ. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. മിക്സ് ആക്കിയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കാം. അര ടീസ്പൂൺ കടുക്, പൊട്ടിക്കഴിയുമ്പോൾ 2 കഷ്ണം കറുവാപ്പട്ട, 6 ഏലക്കായ, 5 ഗ്രാമ്പൂ, അര ടീസ്പൂൺ ഉലുവ. ഈ ഫ്ലെയിം കുറയ്ക്കാം. 1 ടീസ്പൂൺ ജീരകം, 3 ടേബിൾ സ്പൂൺ മല്ലി. മുഴുവൻ മല്ലിയാണ് എടുത്തേക്കണേ. ഇനി 1/4 കപ്പ് കപ്പലണ്ടി. പച്ചക്കപ്പലണ്ടിയാണ്. വറുത്തതായിട്ട് വാങ്ങിയതാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്ര നേരം വേണ്ടി വരില്ല. പൊട്ടി തുടങ്ങി. ഇനി 8 വറ്റൽമുളക് ചേർക്കാം. ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. തിക്ക് ഗ്രേവിയാണ്, സ്പൈസിയാണ്. മുളകും ഒന്ന് വറുത്ത് കിട്ടണം. ഇഞ്ചി 3 ഇഞ്ച് പീസ് ചോപ്പ് ചെയ്തതാണ്. 8 വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഷ്ണാക്കിയതും ചേർത്ത് വഴറ്റാം. നല്ല കളറാണ് ഈ മസാലയ്ക്ക്. ഗ്രേവിയും അതുപോലെ തന്നെ നല്ല കളറിൽ കിട്ടും. ഇനി 1 കപ്പ് ഉള്ളി ചേർക്കാം. വെന്ത് വന്നാൽ മതി, റോസ്റ്റ് ആവണമെന്നില്ല. മല്ലിയും മുളകും പൊടിച്ചിട്ടല്ല ചേർത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഗ്രേവി നല്ലോണം കുറുകി വരും. 2 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം. അതും ഒന്ന് വേവട്ടെ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാം. 1 തക്കാളി നുറുക്കിയത്. ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളിയാണ്. തക്കാളിയുടെ പച്ചമണം മാറി വെന്ത് കിട്ടണം. ബാക്കിയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം തൊട്ടന്നെ ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. വറ്റൽമുളകിന് പകരം കുരുമുളകും ചേർക്കാം. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. ഇത് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. ഇങ്ങനെ പരത്തി ഫാനിൻ്റെ താഴെ വെച്ചാൽ വേഗം തണുത്തോളും. ഇപ്പോൾ ചൂടാറി. ഇനി മിക്സിയിലേക്ക് മാറ്റാം. 2 സ്പൈസസും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഉണ്ട് ഇതിൽ. ഇനി അരച്ചെടുക്കാം. ഇപ്പോൾ തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് മയത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ അരഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇനി ചിക്കനിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള മണമാണ്. വഴിച്ച പാനിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി ചിക്കൻ ചേർക്കാം. അരച്ച് വെച്ചത് ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള അരപ്പാണ്. ചിക്കൻ പീസസിലേക്ക് മസാല മിക്സ് ചെയ്യാം. സ്ലോ ഫയറിലാണ് വേവിക്കേണ്ടത്. ഈ സ്പൈസസിൻ്റെ എസൻസ് ഒക്കെ ചിക്കനിലേക്ക് യോജിച്ച് വരണം. അപ്പോഴാണ് ശരിക്കും സ്വാദ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ ഇളക്കാം. എന്നിട്ട് അടയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർക്കാൻ. മിക്സ് കഴുകിയെടുത്ത വെള്ളം തന്നെ ചേർക്കാം. ഗ്രേവി അധികം വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടെ വേവട്ടെ. ഇപ്പോൾ പീസസിലൊക്കെ പിടിച്ചിട്ടുണ്ട് മസാല. ആകെ ഒരു 20 മിനിറ്റ് ആവും കറിയായി വരുമ്പോൾ. ചെറിയ തീയിലാണല്ലോ ഉണ്ടാക്കണേ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വീണ്ടും ലോ ഫ്ലെയിമിലാക്കാം. പാകത്തിന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. കപ്പലണ്ടിയും കൂടി ഇട്ടതുകൊണ്ട് റിച്ച് ഗ്രേവിയാണ്.
മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, ഇങ്ങനെ തന്നെ നല്ല സ്വാദാണ്. ഇപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. കാരമലൈസ് ചെയ്ത ചെറിയ മധുരവും വിനീഗറിൻ്റെ ഫ്ലേവറും തക്കാളിയുടെ ചെറിയ പുളിയും ഒക്കെ ചേർന്നിട്ട് സ്പൈസസും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല കറിയാണ്. അങ്ങനെ നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താലും ആയിക്കഴിഞ്ഞു. എല്ലാം കൂടി ഒരു 30-35 മിനിറ്റിൽ തന്നെ കറിയാവും. ഗ്രേവിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടാവും. താങ്ക് യു.